ഓം ശാന്തി. പലപ്പോഴും തൻ്റെ സ്വപ്നങ്ങളെ തന്നിലേക്ക് ആകർഷിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന പലർക്കും തൻ്റെ ഡ്രീം മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കാത്തതിൻ്റെ വിഷമം പലരും പല രീതികളിൽ, ചിലർക്കൊക്കെ സാധിക്കുന്ന സക്സസ് സ്റ്റോറീസും ഞാൻ വായിക്കുന്നുണ്ട്. എന്നാൽ ചിലർക്ക് എത്ര ശ്രമിച്ചിട്ടും ആവുന്നില്ല, ഞാൻ വർഷങ്ങളായി എന്നിട്ടും എനിക്കാവുന്നില്ല എന്നൊക്കെ വിഷമിക്കുന്ന ആളുകളെയും ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് നേടാൻ വേണ്ടതായിട്ടൊരു ടെക്നിക്കാണ് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. അതിനേക്കാൾ മുന്നേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു കാര്യം നമ്മുടെ സങ്കല്പധാരയിൽ വരികയും ആ സങ്കല്പധാരയിൽ വന്നതായിട്ടുള്ള സങ്കല്പങ്ങളെ ഇമോഷൻസിലേക്ക്, ഫീലിങ്സിലേക്ക് കൺവേർട്ട് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് അതിന് ജീവൻ കിട്ടുന്നത് നമുക്ക് പറയാം. ഇമോഷൻസ് അഥവാ ഫീലിങ്സിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോൾ അത് പൂർണ്ണമായിട്ട് നമ്മുടെ ഡിസയർ അഥവാ ആഗ്രഹവും ഉദ്ദേശവും ഇൻറ്റൻഷൻ അഥവാ ലക്ഷ്യവും ഇതെല്ലാം കൂടി ചേരുമ്പോൾ, സിമ്പിളായിട്ട് പറഞ്ഞാൽ തോട്ട്സ് പ്ലസ് ഇമോഷൻസ് പ്ലസ് ഫീലിങ്സ് പ്ലസ് ഡിസയർ പ്ലസ് ഇൻറ്റൻഷൻ ഈസ് ഈക്വൽ ടു മാനിഫെസ്റ്റേഷൻ എന്ന് വേണം നമുക്ക് പറയാൻ. അതായത് ഒരു ഡ്രീം എന്നിലേക്ക് ഞാൻ ആകർഷിക്കുമ്പോൾ എത്ര ശുദ്ധമായിട്ടുള്ള സമർപ്പണത്തോടു കൂടി ആ ഡ്രീമിനെ ഞാൻ എന്നിലേക്ക് ആകർഷിക്കുന്നുവെന്നും ആ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന എൻ്റെ ഫീലിംഗ് എന്താണ്, അതിനതായിട്ടുള്ള ഇമോഷൻസ് എന്താണ്, ആ ആഗ്രഹത്തിൽ എനിക്ക് എത്രമാത്രം ആവശ്യമതുണ്ട്, ഇതിൻ്റെയൊക്കെ ആധാരത്തിലാണ് ഒരു കാര്യം നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇതിൽ ഈ ഫീലിംഗ് പാർട്ട് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ്. നമുക്കൊരു കാര്യം നേടിയെടുക്കേണ്ടത് അത്യാവശ്യമായി തീരുന്ന സമയത്ത് നമ്മൾ എൻ്റെ ഉള്ളിൽ നിന്ന് എനിക്കത് ആയേ പറ്റുമെന്ന് തോന്നുമ്പോൾ അവിടെയൊക്കെയാണ് നമുക്ക് ആ ഫീലിംഗ് നമ്മുടെ ഉള്ളിൽ ജനിച്ചു വരുന്നത്. അങ്ങനെ ഒരു തോട്ട്സ് എൻ്റെ മനസ്സിൽ വരികയും അതെൻ്റെ ഫീലിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യുകയും ചെയ്താൽ മാത്രമാണ് നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് അതിനെ നമ്മളിലേക്ക് ആകർഷിക്കാൻ സാധിക്കുക. കാരണം ആ ഫീലിങ്ങിൻ്റെ എനർജിയാണ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. എനിക്ക് ആ കാര്യം നേടണം എന്നുള്ളതായിട്ടുള്ള എൻ്റെ ആഗ്രഹം എത്ര തീക്ഷ്ണമാണോ അത്രയും തീക്ഷ്ണമായിക്കൊണ്ടതായിട്ടുള്ള ഫീലിംഗ് നമ്മളുള്ളിൽ നിന്ന് വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. മാത്രമല്ല ആ ലക്ഷ്യം എനിക്ക് എത്രമാത്രം ആവശ്യമാണോ, ആ ഇൻറ്റൻഷൻ എത്ര ക്ലിയർ ആണോ, അതിൻ്റെ ആധാരത്തിലാണ് എനിക്കത് നേടിയെടുക്കാനും സാധിക്കുക. അപ്പം അതുകൊണ്ട് ഒരു തോട്ട്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ ആ ഒരു വിഷ്വലൈസേഷൻ ഉണ്ടാക്കി അതൊരു ഫീലിലേക്ക് മാറാൻ എന്ത് ഞങ്ങൾ ചെയ്യണം എന്ന് ഒരുപാട് പേരായി എന്നോട് ചോദിക്കുന്നു. അഥവാ ഒരു മാനിഫെസ്റ്റേഷന് വേണ്ടി ശ്രമിച്ചിട്ട് ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ച് ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി ആഗ്രഹിച്ചിട്ട് ആ ഡ്രീം അവർക്ക് അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇവിടെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു ഫോൾട്ട് അതുകൊണ്ടായിരിക്കാം. അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന ടെക്നിക്ക്, ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ആ വിഷ്വലൈസേഷൻ നേടിയിരിക്കണം, നിങ്ങൾക്കത് കിട്ടണം എന്നുള്ളതായിട്ടുള്ള ആഗ്രഹത്തോടെയാണ് ഈ ടെക്നിക്ക് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ഒന്നാമത് ചെയ്യേണ്ട കാര്യം, നമുക്ക് പലരും ചോദിക്കാറുണ്ട്, എനിക്ക് 4ഉം 5ഉം ആവശ്യങ്ങൾ, 2ഉം 3ഉം ആവശ്യങ്ങളുണ്ട്, ഇതെല്ലാം എനിക്ക് ഒന്നിച്ചെഴുതാവോ ചെയ്യാവോ എന്നൊക്കെ. ഞാൻ മുന്നൊരു വീഡിയോ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. യെസ്, യു ക്യാൻ ഡു. പക്ഷേ ഒറ്റ കാര്യം മാത്രം, ഒരു കാര്യത്തിൽ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ, ഇപ്പോൾ നിങ്ങളൊരു കാര്യം ഒരു സ്ഥലത്തേക്ക് ഒരു അസ്ത്രം അയക്കാൻ തന്നെ വിചാരിച്ചോളൂ. ഒരൊറ്റ സ്ഥലത്തേക്ക് നമ്മൾ നിരന്തരമായിട്ടൊരു സ്ഥലത്ത് പോയി ഹിറ്റ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാക്കുന്ന അത്ര പ്രകമ്പനം ഒന്ന് അവിടെ ഒന്ന് ഇവിടെ ഒന്ന് വേറെ സ്ഥലത്ത് ഒക്കെ ആയിട്ട് ഉണ്ടാക്കിയാൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ തേങ്ങ പൊട്ടിക്കുമ്പോൾ അമ്മമാർ കയ്യിൽ തേങ്ങ പിടിച്ചിട്ട് ഒരേ സ്ഥലത്ത് തന്നെ 2ഉം 3ഉം കൊട്ട് കൊട്ടുന്നത് കാണാം. അത് പെട്ടെന്ന് പൊട്ടും. ഒരു കൊട്ട് ഇവിടെ കൊട്ടി ഒരു കൊട്ട് അവിടെ കൊട്ടിയായ തേങ്ങ അഥവാ പൊട്ടിയാൽ പോലും പല കഷ്ണങ്ങളായിട്ടാണ് പോയിട്ടുണ്ടായിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ചെയ്യുന്ന കാര്യത്തിൽ എനർജി ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എത്ര ഫോക്കസ്ഡ് ആണോ അത്രയും ഈസി ആയിട്ട് നമുക്ക് റിസൾട്ട് അട്രാക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം, ഒരു ഘട്ടം കഴിഞ്ഞാൽ മീൻസ് ഒരുപാട് സമയം നമ്മളൊരു ചെറിയ ഒരു കാര്യം ചെയ്തു, അതിൽ സക്സസ് കിട്ടുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നൊരു ഊർജ്ജം പുറപ്പെടാനുണ്ട്. ആ ഊർജ്ജം കുറേയും കൂടെ പവർഫുള്ളായിട്ട് തോട്ട്സിനെ ക്രിയേറ്റ് ചെയ്യും, കുറേയും കൂടെ ദൂരത്തിലേക്ക് അഥവാ വലിയ ലക്ഷ്യം നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് ആദ്യം ഒരു ലക്ഷ്യത്തിന് എയിം ചെയ്യുകയും അതിനുവേണ്ടി നിരന്തരമായിട്ട് തോട്ട്സും ഫീലിങ്സും ക്രിയേറ്റ് ചെയ്ത് അതിനെ സക്സസ്സിലേക്ക് കൊണ്ടുവന്ന് ആ ഒരു സന്തോഷത്തിൻ്റെ ആധാരത്തിൽ നെക്സ്റ്റ് വൺ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഹാപ്പിനെസ് എന്ന് പറയുന്ന ഒരു പവർഫുൾ പോസിറ്റീവ് എനർജിയാണ്. ആ പവർഫുൾ പോസിറ്റീവ് എനർജി നിങ്ങളുള്ള ഒതുങ്ങി നിൽക്കില്ല, അത് നിങ്ങളൊന്ന് പുറത്തേക്ക് പ്രവഹിക്കുകയും ലക്ഷ്യത്തെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് എല്ലാ വേണ്ട കാര്യം ലിസ്റ്റ് ചെയ്യുക.
നമുക്ക് എന്തൊക്കെ മാനിഫെസ്റ്റ് ചെയ്യാറുള്ളതായിട്ടുള്ള മോഹങ്ങളുണ്ട്, എൻ്റെ ആഗ്രഹങ്ങളുണ്ട്, ആവശ്യങ്ങളുണ്ട്, ലിസ്റ്റ് ചെയ്യുക. അതിൽ നിന്ന് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന ഒരു സാധനം എടുക്കുക. എന്നിട്ട് ആ കാര്യത്തിന് നിങ്ങൾ ദ ഫീൽ ലിസ്റ്റ് ആക്കുക. ഇപ്പോൾ ഒരു കാര്യം, എനിക്ക് എൻ്റെ ഹെൽത്ത് നന്നാവണം, ഹെൽത്ത് നന്നായുള്ള ഫീലിംഗ് എന്തായിരിക്കും? രണ്ടാമത്തെ കോളത്തിൽ എനിക്ക് എന്നെക്കുറിച്ചുള്ളതായിട്ടുള്ള ഫീലിംഗ് എന്താണ്? എൻ്റെ എക്സാമിൽ എനിക്ക് നല്ല മാർക്ക് വേണം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, മാർക്ക് കിട്ടിയുള്ളതായിട്ടുള്ള ഫീലിംഗ് എന്താണ്? നല്ലൊരു ജോലി എനിക്ക് കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ട്, ജോലി കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ഫീലിംഗ് എന്താണ്? എനിക്ക് കുഞ്ഞുങ്ങളില്ല, ഒരു കുഞ്ഞു ജനിക്കുന്നതായിട്ടുള്ള ആഗ്രഹമുണ്ട്, ആ കുഞ്ഞ് ജനിച്ചാൽ എൻ്റെ ഫീലിംഗ് എന്താണ്? അതുപോലെ തന്നെ എനിക്ക് എന്തെങ്കിലും നമ്മുടെ സ്വപ്നങ്ങൾ, നിങ്ങളുടെ ഡ്രീം എന്താണോ അതിന് ആ ലിസ്റ്റിൽ എഴുതുക. അതിൻ്റെ വലത് ഭാഗത്ത് ആ കാര്യം നടന്ന് കിട്ടിയാലുള്ളതായിട്ടുള്ള നിങ്ങളുടെ ഫീലിംഗ് എന്താണ് അതിന് ആ പേപ്പറിൽ എഴുതുക. അത് കഴിഞ്ഞ ശേഷം ആ ഫീൽ എന്താണോ ആ ഫീലിംഗ് വിഷ്വലൈസേഷനിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒരു ഉദാഹരണം പറയുകയാണ്, കുട്ടികളില്ലാത്ത ഒരാൾ ഒരു കുഞ്ഞ് വേണം എന്ന് അവർ ലോ ഓഫ് അട്രാക്ഷനിൽ അട്രാക്റ്റ് ചെയ്തു. ഐ എം മാനിഫെസ്റ്റിംഗ് എ ഹാപ്പി ചൈൽഡ്, എ സ്വീറ്റ് ചൈൽഡ് എന്ന്. ഒരു കുഞ്ഞ് ജനിച്ചു, ആ കുഞ്ഞിനെ കയ്യിൽ പിടിക്കുമ്പോഴുള്ള അമ്മയുടെ സന്തോഷം എന്തായിരിക്കും? അതാണ് അതിൻ്റെ ഫീലിംഗ് പാർട്ട്. ഒരു ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന ഒരാൾ നല്ലൊരു ജോലി കിട്ടി സ്ഥിര വരുമാനമാകുമ്പോൾ ആ സാലറി കയ്യിൽ വാങ്ങുമ്പോൾ നമ്മുടെ ആ ഒരു ഫീൽ എന്തായിരിക്കണം? നമ്മുടെ ഫീലിംഗ് പാർട്ടിൽ ആ ഒരു അവസ്ഥ തന്നെയാണ് നമ്മൾ വിഷ്വലൈസേഷനിൽ കാണേണ്ടത്. എന്നിട്ട് ആ ഒരു വിഷ്വലൈസേഷൻ്റെ സ്റ്റേജിൽ ഇരുന്നു കൊണ്ട് യെസ് എൻ്റെ കയ്യിൽ കുഞ്ഞ് വന്നിരിക്കുന്നു, കുഞ്ഞിന് ഉമ്മം കൊടുക്കുന്നു, ചേർത്ത് പിടിക്കുന്നു, ആനന്ദിക്കുന്നു. ആനന്ദത്തിൻ്റെ കണ്ണീര് വന്നാൽ പോലും കുഴപ്പമില്ല. ജോലി കിട്ടിയിരിക്കുന്നു, എൻ്റെ കയ്യിൽ സാലറി വന്നു, സന്തോഷത്തോടു കൂടി അഭിമാനത്തോടെ വീട്ടിലേക്ക് വന്ന് കയറുന്നു. ഇനി എന്താ വേണ്ടേ, നമുക്ക് എന്താ വേണ്ടേ വാങ്ങിക്കാലോ എന്ന് പറഞ്ഞ് വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫീലിംഗ് അത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. ഇങ്ങനെ ഏതൊരു എയിമാണോ നിങ്ങൾ എയിം ചെയ്യുന്നത്, ഏതൊരു കാര്യമാണോ നമ്മുടെ ഡ്രീമായി സെലക്ട് ചെയ്യുന്നത്, ആ ഡ്രീമിൻ്റെ ഫീലിംഗ് പോർഷനോട് കൂടിയിട്ട് വിത്ത് വിഷ്വലൈസേഷൻ എക്സ്പീരിയൻസ് ചെയ്യൂ. ആ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് ശരിക്കും നമ്മുടെ മാനിഫെസ്റ്റേഷനിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരു കാര്യം അനുഭവം ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നതായിട്ടുള്ള ഹാപ്പിനെസ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആയിരിക്കും. അതിൻ്റെ പ്രകമ്പനങ്ങളാണ് പ്രപഞ്ചത്തിലേക്ക് പ്രവഹിക്കുന്നതും ഈ സൃഷ്ടിയിൽ അതിന് വേണ്ടതായിട്ടുള്ള ഊർജം അഥവാ കാര്യം എന്താണോ അതിന് നമ്മളിലേക്ക് ആകർഷിക്കുന്നതും അത് നമ്മുടെ ഡ്രീമായിക്കൊണ്ട് റിയാലിറ്റിയിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യപ്പെടുന്നതും. അതുകൊണ്ട് ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് നോക്കണം. നിരന്തരമായിട്ട് കുറച്ച് ദിവസങ്ങൾ കഴിയുമെങ്കിൽ ഒരു 21 ദിവസം നിങ്ങൾ നിരന്തരമായിട്ടൊരു ഒറ്റ എയിമിൽ ഫോക്കസ് ചെയ്യൂ. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നടന്ന് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിവേ ഒരു 7 ദിവസം നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഫീലിങ്സ് അഥവാ ഇമോഷൻസ് പവർഫുള്ളായിട്ട് നമ്മളോട് നിന്ന് വരാൻ തുടങ്ങും. അത് വളരെ വേഗം നിങ്ങളുടെ ഡ്രീമിനെ നിങ്ങളിലേക്ക് ആകർഷിക്കും. അതുകൊണ്ട് ചുരുങ്ങിയത് 21 ദിവസം ചെയ്തുകൊണ്ട് ആ ഫീലിംഗ് അതിൻ്റെ മാക്സിമം പവർഫുള്ളാക്കണം. നിങ്ങളുടെ ഡ്രീമിനെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യണം. നിങ്ങൾക്ക് അങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ സർവശക്തനായ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.